ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും വീണ്ടും വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ. തൃശൂരും ആലത്തൂരും കൈവിട്ടു പോയതിന് ചെറിയ നാണക്കേടൊന്നുമല്ല ഇവർക്കുള്ളത്. ഏറെ പ്രതീക്ഷിച്ച് വെല്ലുവിളികൾ നടത്തിയുമാണ് മുരളീധരൻ തൃശൂരിലേക്ക് മത്സരിക്കാൻ എത്തിയത്. എന്നാൽ നാണക്കേടായത് തോൽവി മാത്രമല്ല, സുരേഷ് ഗോപിയെയും സുനിൽകുമാറിനെയും പിന്തള്ളി മൂന്നാം സ്ഥാനത്തെത്തിയതാണ്. സുനിൽകുമാറിനെതിരെ ചെറിയ തരത്തിലുള്ള ആരോപണങ്ങളല്ല മുരളീധരൻ അഴിച്ചുവിട്ടത്. CPM വോട്ടുകൾ BJPക്ക് പോയി എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും തോൽവി ഏറ്റുവാങ്ങിയിട്ടും അദ്ദേഹം വാർത്തകളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. കെ മുരളീധരന്റെ ഫ്ലെക്സ് ആണ് ഇപ്പോൾ തരംഗമാകുന്നത്. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കുതിക്കാനാണ്. തിരിച്ചു വരും ഒരു കൊടുങ്കാറ്റായി എന്നാണ് ഫ്ലെക്സ് ബോർഡിൽ കൊടുത്തിട്ടുള്ളത്. എഴുത്തിനോടൊപ്പം പുലിയുടെ ചിത്രവും കൂടെ കെ മുരളീധരന്റെ ചിത്രവുമാണ് നൽകിയിട്ടുള്ളത്. ഇന്ന് മാത്രമല്ല, ഇതിനു മുൻപും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിലാണ് ഫ്ലെക്സ് സ്ഥാപിച്ചിട്ടുള്ളത്. മുരളീധരനെ അനുകൂലിച്ച് തിരുവനന്തപുരത്തെ KPCC DCC ഓഫീസുകൾക്ക് സമീപത്തും കൊല്ലത്തും പോസ്റ്ററുകൾ കണ്ടിരുന്നു. പ്രിയപ്പെട്ട KM, നിങ്ങൾ ഞങ്ങളുടെ ഹൃദയമാണ്. ധീരനായ പോരാളിക്ക് അഭിവാദ്യങ്ങൾ എന്നാണ് അന്ന് ഫ്ലെക്സിൽ എഴുതിയിരുന്നത്. കെ മുരളീധരനായി പാലക്കാടും ഫ്ലെക്സ് ഉയർന്നിരുന്നു. കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ മുരളീധരൻ വരണമെന്നാണ് ഫ്ലെക്സിൽ പറഞ്ഞിരിക്കുന്നത്. നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ലെന്നും ഫ്ലെക്സിലുണ്ട്. വിക്ടോറിയ കോളേജിനും കളക്ട്രേറ്റിനും സമീപമാണ് ഫ്ലെക്സ് സ്ഥാപിച്ചത്. പാലക്കാട് കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലാണ് ഫ്ലെക്സുകൾ ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ മുരളീധരനെ പ്രശംസിക്കുകയാണോ അതോ കളിയാക്കുകയാണോ എന്ന് വ്യക്തമാകുന്നില്ല. എന്തായാലും ഇതിനേക്കാൾ വലിയ പ്രചോദനം വേറെ ഉണ്ടാവുകയുമില്ല. പരാജയത്തിന് ശേഷവും ഒരു സമാധാനവും ഇല്ലാതെ തുടരുകയാണ് മുരളീധരൻ ഇപ്പോൾ. എന്തായാലും എതിർപക്ഷങ്ങൾക്ക് പരിഹസിക്കാനുള്ള വകയായിട്ടുണ്ട്. ഇവിടെ സുരേഷ് ഗോപി വിജയിച്ച് കേന്ദ്രമന്ത്രിയായി. എന്നിട്ടും പരാജയത്തെ തുടർന്നുള്ള പോര് തീർന്നിട്ടില്ല. ഇനിയും എത്രത്തോളം പോസ്റ്ററുകൾ ഇറങ്ങുമെന്ന് വഴിയെ നമുക്ക് കാണാവുന്നതാണ്.